നമസ്കാരം. ഒത്തിരി ആഴ്ചയായി ഒരു വീഡിയോ ചെയ്തിട്ട്. ഇപ്പം വീഡിയോയുടെ ഫ്രീക്വൻസി കുറവാണ്, കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇപ്പോൾ വിൻ്ററൊക്കെ ആയി, ഇപ്പം നല്ല തണുപ്പൊക്കെ ആയി. നമ്മൾ ആക്ച്വലി വിചാരിച്ചേക്കാളും വലിയ മഞ്ഞൊന്നും കാണത്തില്ലെന്നൊക്കെ വിചാരിച്ചത്. ഇവിടെ മഞ്ഞ് കഴിഞ്ഞ കൊല്ലമൊക്കെ കുറവായിരുന്നു, പക്ഷെ മഞ്ഞ് നല്ല കിടിലമായി മഞ്ഞുണ്ട്. ഏതാണ്ട് ഒണ്ടാരിയോയുടെ ചില ഭാഗത്തൊക്കെ 2 ആഴ്ച മുന്നേ 80 സെൻറ്റിമീറ്റർ വരെ പെയ്തു. ലണ്ടനിലൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു. അപ്പോൾ മഞ്ഞ് എന്തായാലും ഇക്കൊല്ലം അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും പിന്നെ ഈ നാളെ മറ്റന്നാളും ഒക്കെ, അതായത് ശനി ഞായറും ഒക്കെ ഇവിടെ നല്ല മഞ്ഞുണ്ട്. അത് ടൊറൻഡോയിൽ ഇല്ലെന്ന് തോന്നുന്നു. വേറെ ഒണ്ടാരിയോയുടെ വേറെ കുറച്ച് ഭാഗങ്ങൾ, സൗത്ത് ഭാഗങ്ങളൊക്കെ നല്ല മഞ്ഞുണ്ടെന്നാണ് ന്യൂസ് കണ്ടത്. അപ്പോൾ എന്തായാലും ഒരു വിൻ്റർ വീക്കെൻഡ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീക്കെൻഡിൽ നമ്മുടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഡേ ഇൻ മൈ ലൈഫ് വീക്കെൻഡ്. അപ്പോൾ അതേപോലെ വീണ്ടും ഒരു വിൻ്റർ വീക്കെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ആഴ്ച കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ജിമ്മിലോട്ട് പോകണം. ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനും ദീപിയുണ്ട്, വൈഫുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ജിമ്മിലോട്ട് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് നമ്മൾ കാനഡാസ് വണ്ടർലാൻഡിൽ പോകണം. കാനഡാസ് വണ്ടർലാൻഡ് എന്ന് വെച്ചാൽ ഒരു തീം പാർക്കാണ്. വാട്ടർ തീം പാർക്ക്, സ്ലൈഡും റൈഡും ഒക്കെ ഉള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയും. പക്ഷെ അവിടെ വിൻ്ററിൽ റൈഡും ഒന്നുമില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. പക്ഷേ അവിടെ കുറച്ച് വിൻ്റർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉള്ളത്. ലൈറ്റ്സും, വിൻ്റർ ലൈറ്റ്സും, പിന്നെ വേറെ ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ പോകാനാണ് പരിപാടി. അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ബാക്കി നാളെ മറ്റാൾ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജിമ്മിലെത്തി. ജിമ്മ് ഇവിടെ മൊവാട്ടി എന്നൊരു ജിമ്മാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഓക്വില്ലാണ്. ഓക്വിലിൻ്റെ അടുത്താണ് ബെർലിംഗ്ടൺ. നമ്മളവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ ഈ ജിമ്മ്. നല്ലൊരു വലിയൊരു ജിമ്മാണ്. അപ്പോൾ ഞാനും ഭാര്യയും വരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് ജിം. ഇത് ജിമ്മിൻ്റെ അപ്പർ ഫ്ലോറാണ്. ഇതിന് താഴെ വേറൊരു ഫ്ലോറും പിന്നെ ബേസ്മെൻറ്റിലും ലെവലും ഉണ്ട്. അപ്പോൾ ദീപിക അവിടെ വർക്കൗട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഗ്ലൂട്ട്സിനാണ് ചെയ്യുന്നത്. ചൂടെ പോങ്ങട്ടെ. കൊള്ളാം. ഇപ്പം ഞാനാണ് അവിടെ ട്രെയിനർ. ദീപിക ഇനി സ്ക്വാട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് ഇത്ര നേരം ചെയ്തിട്ട്? കാലൊക്കെ വിറയ്ക്കുന്നല്ലേ. ഈ സ്ക്വാട്ടൊക്കെ ഇവള് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര, 1 മാസമൊക്കെ ആയിട്ടുള്ളൂ അല്ലേ? 1 മാസം ആയിട്ടുള്ളൂ. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ചെയ്. ബാ ട്രൈ ചെയ്. പതുക്കെ. അപ്പോൾ ഞങ്ങൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പണിയൊക്കെ വെച്ചിട്ട് നേരത്തെ തീർത്തിട്ട് വർക്കൗട്ടിന് ഇറങ്ങിയതാണ്. പിന്നെന്താ പറയുന്നത്, ഞാനിപ്പോൾ അവളെ ട്രെയിൻ ചെയ്യുന്നത്. ഇവർക്ക് അങ്ങനെ വലിയ തടിയൊന്നുമില്ല, തടി കുറയ്ക്കാനല്ല, ഒന്ന് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ അതെ. ഇപ്പോൾ ആക്ച്വലി എനിക്കൊരു ട്രെയിനറുണ്ട്. ഞാനിപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഒരു 6-7-8 മാസം ആയതേ ഉള്ളൂ ഇത്ര ആക്റ്റീവായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് എന്തിനൊരു കാരണം വേണമല്ലോ, എന്തും തുടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പണ്ട് തൊട്ട് വർക്കൗട്ട് ചെയ്യാറ്, 2019 വർക്കൗട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഒരിട സമയത്ത് ആയപ്പോഴത്തേക്കിനും ഒന്ന് ഓൺ ആൻഡ് ഓഫ് ആയി. കാനഡയിൽ വന്ന സമയം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാസത്തിൽ 1 തവണ പോയാലായി, അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ പോയാലായി, അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ അടുത്ത സമയത്ത് എനിക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജിലെത്തി. അപ്പോഴാണ് വീണ്ടും ഇതിൻ്റെ ആവശ്യകത മനസ്സിലേക്ക് വന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ പോയി ടെസ്റ്റ് ചെയ്തു കേട്ടോ. 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രീ ഡയബറ്റിക് മാറി. വീണ്ടും ഒരു 2 പോയിന്റ് കുറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ ഡയറ്റൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഡയറ്റും പിന്നെ വർക്കൗട്ട് പ്ലാനൊക്കെ കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് അന്നേരം വീണ്ടും ഒരു പഴയ നമ്മുടെ ഫിറ്റ്നസ്സിനോടൊരു എന്തൂസിയാസം ഒക്കെ തോന്നി തുടങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ കാനഡയിലെത്തി ബ്ലോഗ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാനഡയിൽ എത്തിയ സമയത്ത് തന്നെ എനിക്ക് ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആണോ എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
IT ഒക്കെ വിട്ടിട്ട് പുതിയൊരു മേഖലയിലേക്ക് കടക്കണമെന്നൊരു ആഗ്രഹമായിട്ടാണ് 2015 ഇന്ത്യയിൽ നിന്ന് വന്നത് എന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ആ സമയത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് IT തന്നെ ജോലി കിട്ടി. ഞാൻ ഉദ്ദേശിച്ച് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലി തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് ഫിറ്റ്നസ്സിലേക്കൊന്ന് വീണ്ടും ഒന്ന് പഴയ പോലെ ആക്റ്റീവായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം മുള പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പരിപാടിയൊക്കെ നോക്കണമെന്നുണ്ട്. ഒരു ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സൊക്കെ ചെയ്യണം എന്നൊക്കെയുണ്ട്. ഇപ്പോൾ എനിക്കൊരു ട്രെയിനറുണ്ട്, പുള്ളിയുടെ പേര് നിതിൻ എന്നാണ്. ഞാൻ പഴയൊരു വീഡിയോ പറഞ്ഞായിരുന്നു, ഒരു ഡയറ്റീഷ്യനാണെന്ന് പറഞ്ഞായിരുന്നു. ആ പുള്ളിക്കാരത്തി നാട്ടിലായിരുന്നു. ആ പുള്ളിക്കാരത്തെ ഞാൻ നിർത്തി. ഞാനിതിപ്പോൾ ഒന്ന് ബോഡിയോടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു എന്താ പറയുന്നത്, ഒരു മിസ്റ്റർ നാഷണൽ ചാമ്പ്യനൊക്കെയാണ്, ബോഡി ബിൽഡിംഗ് നാഷണൽ ചാമ്പ്യനൊക്കെയാണ്. നിതിൻ എന്നാണ് പേര്, നിതിൻ ശരത്ത്. ഇവിടെ ആൽബർട്ടയിലുള്ളത്. ഇപ്പോൾ ഓൺലൈൻ കോച്ചിങ് ആണ്. ഇപ്പോൾ എൻ്റെ ട്രെയിനർ പുള്ളിയാണ്, ഇവിടെ ട്രെയിനർ ഞാനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വർക്കൗട്ട് സ്റ്റോറി. അപ്പോൾ ഞാൻ മിക്കവാറും അടുത്തതിൻ്റെ ഒരു ഫിറ്റ്നസ് ട്രെയിനറായി വരാൻ സാധ്യത ഞാൻ തന്നെ കാണുന്നുണ്ട്. നോക്കട്ടെ. 2025 ഒരു വലിയ മാറ്റങ്ങളും ചലനങ്ങളും ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കും. എന്റെ 2025 ഗോളാണ് ഫിറ്റാവാൻ ജിമ്മി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഓക്കെ, എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോവാം. ഇനി ബാക്കി വൈകിട്ട് പരിപാടിയുണ്ട്. കാനഡാസ് വണ്ടർലാൻഡിലൊക്കെ പോകണം, അവിടെ കറങ്ങണം പിള്ളേരെ കൊണ്ട്. പിള്ളേരിപ്പോ വീട്ടിലുണ്ട്. പിള്ളേര് ഭയങ്കര ഹാപ്പിയാണ്. ക്രിസ്മസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. ഫുൾ ടൈം ഞങ്ങൾ ക്രിസ്മസ് മൂവി ഒക്കെ കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങള് ഫുൾ ഫാമിലി ആയിട്ട് കാനഡാസ് വണ്ടർലാൻഡിലോട്ട് പോവാണ്. പിള്ളേർ ബൈക്കിലുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ലൊരു ക്രിസ്മസ് സ്പിരിറ്റ് ആയിരിക്കും അവിടെ. പിന്നെ അവിടെ എന്തെങ്കിലും അറിയാമോ എന്തൊക്കെയുണ്ടെന്ന്? അവിടെ ഇങ്ങനെ കുറെ കടകളും സാന്റാക്ലോസും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഞങ്ങൾ ഒരു കൊല്ലം പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 കൊല്ലം മുന്നേ തോന്നുന്നു പോയത്, അല്ലേ? അന്ന് ഞങ്ങൾ പോയപ്പോൾ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ വലിയ ജാക്കറ്റ് ഒന്നും എടുത്തില്ല, നൈസ് ജാക്കറ്റ് ഒക്കെ ഇട്ടോടാ പോയത്. അവിടെ ഗ്ലൗസ് എടുത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് കൈയൊക്കെ മരവിച്ചിട്ട് ഒരു രക്ഷയില്ലാതെ പോയി. പക്ഷേ ഇത്തവണ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുൾ സെറ്റപ്പ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്, എല്ലാ ജാക്കറ്റും ഗ്ലൗസും എല്ലാം കൂടെ. അങ്ങനെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തി, കാനഡാസ് വണ്ടർലാൻഡിൻ്റെ ഫ്രണ്ടിലെത്തി. കാർ പാർക്ക് ചെയ്തപ്പോൾ ഒരു കോമഡി ഉണ്ടായി. അവരുടെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. $30 പാർക്കിങ്. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ പുള്ളിയുടെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്തോളാം. ഇപ്പം $30 ലാഭിച്ചു. എൻ്റെ ഓറ കാരണമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടർലാൻഡിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടാണ് എൻട്രൻസ്. ഇപ്പോൾ ഫുള്ള് ലൈറ്റ്സാണ്. ഇതൊക്കെ ഇവിടുത്തെ റൈഡുകളാണ്. ഇതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ റൈഡൊന്നുമില്ല. ഇപ്പോൾ എല്ലാം വിൻ്റർ തീമിൽ എല്ലാം നല്ല ഡെക്കറേഷനൊക്കെ ആയിട്ട് ലൈറ്റ്സും ഫൺ ആക്ടിവിറ്റീസും വേറെ കാര്യങ്ങളൊക്കെ. തണുക്കുന്നോ? നമ്മുടെ അശ്വതി ഉണ്ട് കൂടെ. ഈ വിൻ്ററിലെ പ്രശ്നം ഇതാ, വീഡിയോ എടുക്കാനും പറ്റത്തില്ല. കയ്യിൽ ഗ്ലൗസും എല്ലാം ഊരിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് പോലും വെളി വെക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് കൈ മരവിച്ച് നാശമാവും. നല്ല രസമുണ്ടല്ലേ കാനഡാസ് വണ്ടർലാൻഡ്. ക്രിസ്മസ് ടൈമിലെ ഒരു ഫണ്ണെന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് ലൈറ്റ്സാണ്. ലൈറ്റ്സിൻ്റെ ഒരു മേളമായിരിക്കും. പല ടൈപ്പിലുള്ള ലൈറ്റ്സും അതും ഇതും എല്ലാം കൂടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എല്ലാവരും വരുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ലൈറ്റ്സ് ഉണ്ട്. നമ്മളോട് ഇന്നും ശരത്തുണ്ട്. എന്താണ് വിശേഷം? ഹായ്. എൻ്റെ ഭാര്യ എങ്ങനെയുണ്ട് തണുപ്പ്? പറയൂ, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു കാനഡയിലെ ഈ തണുപ്പ്? എല്ലാവർക്കും തണുപ്പ് പോരാ, മഞ്ഞ് പോരാ എന്നൊരു കംപ്ലൈന്റ് ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായിക്കോ. ഇവിടെ ഒരു റൈഡ് ഓപ്പൺ ആണ്. ഇവിടെ ഇത് കയറാൻ വേണ്ടി ആളുകൾ അവിടെ മോളിൽ ക്യൂ നിൽപ്പുണ്ട്. തണ്ടറാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ നാക്ക് വരെ മരവിച്ചു പോയി. ഈ തണുപ്പത്ത് ഇവരെങ്ങനെ കയറുമെന്നായി. കാറ്റൂടെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു പരുവാകും.
അമ്മുവും കല്യാണിയും കൂടെ ഫ്രോസൺ പ്രിൻസസിനോട് ഫോട്ടോ എടുക്കുന്നു. ഫ്രോസൺ പ്രിൻസസിൻ്റെ കൂടെ ഒരു പ്രിൻസും കൂടെ ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ നിൽക്കുന്നേ? രക്ഷയില്ല. ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ കൈ മരവിച്ചിട്ടേ എനിക്ക് കൈനകത്ത് എടുക്കാൻ തോന്നില്ല. നമ്മളെപ്പോ ഇവിടെ വന്നാലും ഇതാണ് അവസ്ഥ. അന്നൊന്നും ഇപ്പൊ ഇത്രയില്ല. ഇന്ന് -15, -12, -15 ഒക്കെ അതായത് സംസാരിക്കാൻ പോലും വയ്യ. ചുണ്ടെല്ലാം കൂടെ കൊച്ചു പിടിച്ചു. പക്ഷെ നാളെ മറ്റന്നാളൊക്കെ ഇച്ചിരി വാം വെതറാന്നാ കേട്ടത്. സംസാരത്തിലൊക്കെ ഒരു കുഴയല്. ഇങ്ങോട്ട് ആരെങ്കിലും വരുവാ, അല്ല ഇതുപോലത്തെ വിന്റർ ആക്ടിവിറ്റീസിന് ആരെങ്കിലും പോവാണെങ്കിൽ വെതർ കൂടെ നോക്കിയിട്ട് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അല്ലെ ഇവള് ചെയ്ത പോലെ ചെയ്യരുത്. പിന്നെ ഞാൻ എങ്ങനെ അറിയുന്നത്? ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതാ. ഇന്നത്തെ വെതർ -13 -15 ഒക്കെ ആയിരുന്നു. നല്ല കോമഡി ആയിരുന്നു. ഈ വിന്റർ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും പോകുമ്പോ നമ്മളൊരു കുറച്ചൊക്കെ നല്ല വെതറാക്കി പോവാം. ഒരു -1, 2 ഒക്കെ പിന്നെ വലിയ കുഴപ്പമില്ല. ഈ -10 താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. രക്ഷയില്ലാതെ നമുക്ക് നടക്കത്തില്ല. ഈ കാനഡാസ് വണ്ടർലാൻഡിൽ വരുന്ന എന്താ രാജ്യം എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എന്ത് വന്നാലും ഭയങ്കര തണുപ്പ്. കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് പക്ഷെ ഇത് എൻജോയ് ചെയ്ത അന്നായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ അന്ന്. പക്ഷെ അന്ന് ഇത്രയും തണുപ്പില്ലായിരുന്നു. അന്ന് ആക്ച്വലി ഞങ്ങള് മണ്ടത്തരം കാണിച്ചോണ്ടാ. ഞങ്ങള് ഗ്ലൗസ് ഒന്നും ഇടാഞ്ഞോണ്ടോ. പക്ഷെ ഇത്തവണ ഗ്ലൗസും ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് ഇന്ന് വന്നു. എന്നിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ ഇത് നല്ല ടെമ്പറേച്ചർ ഒത്തിരി ഡൗൺ ആയിപ്പോയി. ഞങ്ങൾ ഇന്ന് എല്ലാം നന്നായിട്ടായിരുന്നു. എല്ലാ പിള്ളേരും എല്ലാം നന്നായിട്ട് ഇട്ട്. നമ്മളിപ്പോ കാറിൽ കയറി ഹീറ്ററൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ ഒന്ന് ചൂടാക്കി കാര്യം ചൂടാക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. കാര്യം സ്റ്റിയറിംഗെ പോലും തൊടാൻ പറ്റുന്നില്ല. സംഭവം ഇന്ന് തിരക്കില്ല. അതെന്തുകൊണ്ടാ? എല്ലാരും വെതർ നോക്കി വന്നവരാ. നമ്മളെ ഉള്ളു വെതർ നോക്കി വരാൻ. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതാ. വളരെ നേരത്തെ ബുക്ക് ചെയ്തതാ. ഞാൻ നോക്കിയപ്പോ എല്ലാ വീക്കെൻഡും ഓരോ പരിപാടികളാണ്. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് തപ്പി എടുത്തതാണ് 13 എടുത്തത്. നല്ല പരാജയമായിരുന്നു. നമ്മള് ഒരു 5-10 മിനിറ്റോടെ കഴിഞ്ഞിട്ട് വണ്ടി ചെയ്താൽ എടുക്കുവാണ്. കാലൊക്കെ നല്ലത് മരവിച്ചിരിക്കുക. പക്ഷെ സാധനം കാണാനൊക്കെ നല്ല കേട്ടോ. പക്ഷെ ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ വീട്ടിൽ എടുക്കാം. ഇപ്പൊ നമ്മളിവിടെ ഒരു ചടങ്ങ് നടക്കുന്നതാണ്. നമ്മുടെ ചടങ്ങിന് പേര് പറഞ്ഞ് വളകാപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതും ഞങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ച് നടക്കുന്നത് നമ്മുടെ വളകാപ്പ് ചടങ്ങ്. ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ആണ്. ഇവിടെ നമ്മുടെ കല്യാണപ്പെടുന്നേ ഒരുങ്ങി വരുന്നുണ്ട്. അതിന് പിന്നെ നമ്മുടെ വളകാപ്പ് ചടങ്ങിനെ കുറിച്ച് പരിപാടികൾ കാണിക്കാൻ. വൻ സെറ്റപ്പ്. അതോ അറിയാവുന്ന നീ തന്നെ പറ. എനിക്കറിയത്തില്ല. അവിടെ തന്നെ പറയൂ. അല്ല ഈ വളകാപ്പിന്റെ കഥ പറ. എന്താ ഈ വളകാപ്പിന്റെ കഥ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഐഡിയ ഇല്ല. കാരണം നമ്മുടെ സൈഡിലൊന്നും അങ്ങനെ വളകാപ്പ് എന്ന് പറയുന്നില്ല. കൂടുതലും തമിഴ്നാട്. പിന്നെ ഇപ്പൊ എല്ലാരും നാട്ടിലും ബേബി ഷവർ പോലെ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണ് വളകാപ്പ്. നമ്മുടെ കൂട്ടത്തിൽ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ വെച്ച് ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാമത്തെ മാസം ഗർഭിണിയെ എന്താ പറയുന്നത് അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. 7ാമത്തെ മാസം 7 പലഹാരമൊക്കെ വെച്ച് അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട്. ഇപ്പം എനിക്കാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വളകാപ്പ് എന്ന് പറയുമ്പം എനിക്ക് അറിയാവുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളകാപ്പ് ഭർത്താവിൻ്റെ വീട്ടിൽ നടത്തുന്ന ഒരു ചടങ്ങാണ്. എന്നിട്ട് ഈ ചടങ്ങ് നടത്തിയിട്ട് നമ്മൾ ഗർഭിണിയെ 7ാമത്തെ മാസം കൊണ്ടുപോകുന്നു. അപ്പം ശിഖയുടെ ഭർത്തൃ വീട് ഇതാണ്. ഒരു ബേബി ഷവറിന്റെ വേറൊരു ട്വിസ്റ്റ് ഇപ്പൊ എല്ലാരും ചെയ്യുന്നു. ഒരു നല്ല സാധാരണ ബേബി ഷവറിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ഇത്. പക്ഷെ നല്ല രസമുണ്ട്. ആചാരത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നല്ല രസമുണ്ട്. എല്ലാരും ട്രഡീഷണൽ രീതിയിലൊക്കെ ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നു. മതി. അത്ര മതി.
മോട്ടോർ സൈക്കിൾ അതെന്തെങ്കിലും പറയാനുണ്ടോ വളകാപ്പിനെ കുറിച്ച്? ഇവിടെ മെഹനാസ് ആയിരുന്നു നമ്മുടെ ഡിസൈനർ അല്ലേ? ഡിസൈനർ പിന്നെ വളകാപ്പ് പ്രൊഡ്യൂസർ അപ്പോൾ നമ്മുടെ ശിഖ വന്നു. അപ്പോൾ ശിഖയെ നമുക്കൊന്ന് എതിരേറ്റിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്, വളകാപ്പിന് വന്നെത്തിയവരാണ്. എല്ലാവരും ആദ്യമായിട്ടാണോ വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്? ഒരു പ്രാവശ്യം പങ്കെടുത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ്. ഏത് പാട്ടാ? നമ്മുടെ ആളെത്തി. ഹലോ, ചെറുക്കനും വേണ്ട വന്നല്ലോ. ചെറുക്കനാണോ? ഭയങ്കര ആണോ? മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ശിഖ നമ്മളെല്ലാരും എനിക്ക് കുറച്ച് തിന്നാൻ തരുമോ? കല്യാണത്തിന് ഇത്ര ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല. മനസ്സിലായില്ലല്ലോ. ഇല്ല. എന്ത് തോന്നുന്നു? സന്തോഷം. ഉറക്കം വരും. ശരിക്കും 9 മണിക്ക് ഉറങ്ങണമെന്നാണ്. 20 മിനിറ്റ്. അപ്പോൾ ദേ നമ്മുടെ അക്ഷയ, ഇവിടെ പഴയ അക്ഷയ ബിസോണും ആ അതാണ് വിശേഷം. അവർക്കൊരു കുഞ്ഞൊക്കെയായി ഒരു വീടൊക്കെ വാങ്ങി. എവിടെ വീട് വാങ്ങി? ഗൾഫ്. കുഞ്ഞ് എത്ര വേണം? 2 മാസമാണോ? 2 മാസം. പേരെന്താ? ഏവ. അക്ഷയ. ഓ, അത് യോജിച്ചത്. ഏവ കൊള്ളാം. ഇതാണ് നമ്മുടെ തൃശ്ശൂർ ഗഡി. പലരും ചോദിക്കാറുണ്ടായിരുന്നു പണ്ടത്തെ വീഡിയോയില്. എങ്ങനെ സെറ്റായോ? ആരെ ഒരുക്കി? എത്ര നേരം കൊടുത്തു ഫുള്ളൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ? 3 മണിക്കൂറോളം. 3 മണിക്കൂർ. എന്നെ ഇത്ര സുന്ദരിയാക്കി തന്നു. എന്നെ ഇത്ര സുന്ദരിയാക്കി. കല്യാണത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റാണോ? അതെ അതെ. മേക്ക് ഓവർ ബൈ സുമ എന്ന് പറഞ്ഞൊരു പേജുണ്ട്. മേക്ക് ഓവർ ബൈ സുമ എന്ന് പറഞ്ഞൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതെ, ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്, പാർട്ടി മേക്കപ്പ്, എല്ലാ ഫേഷ്യല്, ബാക്കി അങ്ങനെ ബ്യൂട്ടീഷ്യൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പേജിന്റെ പേരെന്താ? മേക്ക് ഓവർ ബൈ സുമ. ഞാൻ കൊടുത്തേക്കാം. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വളകാപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ആദ്യമായിട്ടായിരുന്നു നമ്മൾ ഇതുപോലത്തെ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ വെച്ച് കല്യാണം കൂടി ഫീൽ ഉണ്ട്. പലരും പറഞ്ഞ നല്ല രസമൊക്കെ പറഞ്ഞു. നാട്ടിൽ വെച്ച് പോലും കൂടിയിട്ടില്ല. ഇപ്പൊ എനിക്ക് ഇതായിരുന്നു 7ാമത്തെ മാസം വിളിച്ചോണ്ട് പോകുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ നാട്ടിൽ വെച്ച്. ഓക്കെ. അപ്പോൾ വളകാപ്പ് അടിപൊളിയായിട്ട് നടന്നു. പിന്നെ നമ്മുടെ ഈ ആഴ്ചത്തെ ശോക പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വണ്ടർലാൻഡിൽ പോയതായിരുന്നു. കാനഡാസ് വണ്ടർലാൻഡിൽ. ആ തണുപ്പ് കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. കഴിഞ്ഞ തവണ പോയപ്പം ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി. പക്ഷെ തണുപ്പ് കാരണം അന്ന് പക്ഷെ ഞങ്ങളുടെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞങ്ങൾ ശരിക്കും കവർ നല്ല വിന്റർ ക്ലോത്ത്സ് ഒന്നും നമ്മുടെ അത്ര. പക്ഷെ ഇത്തവണ നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ എത്ര കവർ ചെയ്തിട്ടും
ഒരു രക്ഷയില്ല. കാലൊക്കെ മരവിച്ച് പോയി. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വരുന്നു, സംസാരിക്കാൻ ഈ തണുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കിനെ നമുക്ക് വല്ലാതെ ഫ്രസ്ട്രേറ്റ് ആവും. അതിനോട് പിള്ളേർ ബഹളം കൂടെ ആകുമ്പോൾ അവര് പറയുന്നിടത്ത് നിൽക്കാതൊക്കെ വരുമ്പോൾ നമുക്ക് അതിനേക്കാളും ദേഷ്യം വരും. ഒരു എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര തണുപ്പിൽ പോയി കഴിഞ്ഞാൽ, അതും കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ. പക്ഷെ വളകാപ്പ് നല്ല പരിപാടിയാണ്, ശരിക്കും എൻജോയ് ചെയ്തു എല്ലാവരും കൂടെ വന്ന്. അപ്പോൾ അതൊക്കെയാണ് ഈ ആഴ്ചത്തെ നമ്മുടെ വീക്കെൻഡ് പരിപാടി കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വരുമ്പോഴത്തെ ക്രിസ്മസ് ആവില്ലേ? അറിയത്തില്ല, ഇല്ല ക്രിസ്മസ് ആവത്തില്ല. എന്നാൽ ക്രിസ്മസിന് വീഡിയോ ഇട്ടില്ലെങ്കിൽ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ബൈ.